പ്രിയപ്പെട്ടവരെ, സെക്യുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് അധികാര വികേന്ദ്രീകരണത്തെയും ലോകോത്തരമായ കേരള മാതൃകയിലേക്ക് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ കൊണ്ടുവന്ന ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുകളെയും സംബന്ധിച്ചാണ്. ആസന്നമായ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷവും അധികാര വികേന്ദ്രീകരണ പ്രക്രിയയും തമ്മിലുള്ള ബന്ധം, ക്ഷേമത്തെയും വികസനത്തെയും മതനിരപേക്ഷതയും ലക്ഷ്യമാക്കിക്കൊണ്ട് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഡിസംബർ 11 കേരളത്തിലെ ജനങ്ങൾ ഡിസംബർ 9 11 പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേരള മാതൃകയുടെ, കേരള വികസന മാതൃകയുടെ അവിഭാജ്യ ഘടകമാണ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയും അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷനുകളും. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് സങ്കല്പമാണ് പഞ്ചായത്ത് രാജായി കേരളം വികസിപ്പിച്ചത്. ഗാന്ധിജി മുന്നോട്ട് വെച്ച ഗ്രാമസ്വരാജ് എന്ന ആശയത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ശരിയായ രീതിയിൽ വികസിപ്പിക്കാൻ ആ വർഗ സ്വഭാവം കൊണ്ട് തന്നെ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങളുടെ പട്ടികയിലാണ് ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് ഉൾപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായി നടപ്പിലാക്കേണ്ട ഒന്നായി സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരമേറ്റ കോൺഗ്രസ് ഭരണാധികാരികൾ ഗ്രാമസ്വരാജിനെ പരിഗണിച്ചില്ല. അവർ സ്വതന്ത്ര ഇന്ത്യയുടെ സർക്കാരിൻ്റെ വികസന വീക്ഷണമായി മാറ്റിയത് ടാറ്റയും ബിർളയൊക്കെ ചേർന്നുണ്ടാക്കിയ ബോംബെ പ്ലാനായിരുന്നു. കുത്തക മൂലധനത്തിൻ്റെ നേതൃത്വത്തിലുള്ള വ്യവസായവൽക്കരണത്തെ ലക്ഷ്യമാക്കുന്ന ഒരു വികസന നയമായിരുന്നു. ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP ആവട്ടെ, അധികാരം മുഴുവൻ കേന്ദ്രീകരിക്കുന്ന യൂണിറ്ററി സ്റ്റേറ്റിനെയും പ്രസിഡൻഷ്യൽ സിസ്റ്റത്തെയും സംബന്ധിച്ച കാഴ്ചപ്പാടുകളാണ് വെച്ചു പുലർത്തുന്നത്. ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും പ്രാദേശിക ഗവൺമെൻറ്റുകളുമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും എന്ന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം, വിശിഷ്യ CPM എക്കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ദേശീയ തലത്തിൽ തന്നെ ഇടതുപക്ഷം പോരാടിയിട്ടുള്ളത്. ഭരണഘടനയുടെ തന്നെ ഫെഡറലിസത്തെയും അധികാര വികേന്ദ്രീകരണ വ്യവസ്ഥകളെയും നിഷേധിക്കുന്ന കേന്ദ്രീകരണത്തിൻ്റെയും അമിതാധികാരത്തിൻ്റെയും വഴിയിലാണ് BJP നേതൃത്വത്തിലുള്ള കോർപ്പറേറ്റ് വർഗീയ സർക്കാർ, ഹിന്ദുത്വ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അധികാര വികേന്ദ്രീകരണത്തെ ശക്തിപ്പെടുത്തുന്ന ഇടതുപക്ഷ ഇടപെടലുകൾ കേരളത്തിൽ നടപ്പാക്കിയ ജനകീയ ആസൂത്രണം ഉൾപ്പെടെ പ്രസക്തവുമായ ഒരു ബദൽ എന്ന രീതിയിൽ ലോകം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാജീവ് ഗാന്ധിയുടെ സർക്കാരാണ് 1991 അധികാര വികേന്ദ്രീകരണത്തിനായി 74-75 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. അതാവട്ടെ കേന്ദ്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തന്നെ ഭരിക്കുന്ന കേന്ദ്രീകൃത രീതിയായിരുന്നു. അധികാരം ജില്ലാ കൗൺസിൽ വഴി കേന്ദ്രീകരണ രീതിയായിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന അധികാരം. ഇടതുപക്ഷത്തിൻ്റെ എതിർപ്പിനെ തുടർന്നാണ് രാജീവ് ഗാന്ധി സർക്കാരിന് നഗരസഭകളെയും കോർപ്പറേഷനുകളെയും ജില്ലാ കൗൺസിലിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവരേണ്ടി വന്നത്. 1996 കേരളത്തിൽ നായനാർ സർക്കാരാണ് ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചത്. അത് അധികാരവും പണവും 35% വരെ, പ്ലാൻ ഫണ്ടിൻ്റെ 35% വരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന രീതിയിലാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇന്ത്യയുടെ അധികാര വികേന്ദ്രീകരണ ചരിത്രത്തിലെ മാതൃകാപരമായ നടപടിയായിരുന്നു 1996 നായനാർ സർക്കാർ സ്വീകരിച്ചത്. ഇത് വലിയ വികസന മുന്നേറ്റത്തിന് വഴി തുറന്നെങ്കിലും ആഗോളവൽക്കരണ നയങ്ങൾ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി LDF സർക്കാരിനെ വല്ലാത്ത വിഷമസന്ധിയിലേക്ക് എത്തിച്ചു. പിന്നീട് അധികാരത്തിൽ വന്ന UDF സർക്കാർ ജനകീയ ആസൂത്രണത്തെ പദ്ധതി ആസൂത്രണത്തിലും നടത്തിപ്പിലും ജനപങ്കാളിത്തമില്ലാത്ത കേരള ഡെവലപ്മെൻറ്റ് പ്ലാൻ KDP മാത്രമാക്കി പരിമിതപ്പെടുത്തി. 2006 VS സർക്കാർ വന്നതോടെയാണ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ സജീവമാക്കിയത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പ്ലാനിൻ്റെ 10% സ്ത്രീകൾക്കായി നീക്കിവെക്കുകയും കുടുംബശ്രീയെ ശക്തമാക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും
അവരുടെ സ്ത്രീ ശാക്തീകരണ പരിപാടിയാക്കി ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടായി. ആന്ധ്ര, തമിഴ്നാട് പോലുള്ള സംസ്ഥാനമൊക്കെ കുടുംബശ്രീയെ ഒരു മാതൃകയാക്കി അവരുടെ സംസ്ഥാനം നടപ്പാക്കി. 2011 ഉമ്മൻചാണ്ടി സർക്കാർ കുടുംബശ്രീയെ തകർത്ത് ജനശ്രീ നടപ്പാക്കാൻ അതിനുള്ള നടപടികളാണ് ആരംഭിച്ചത്. കുടുംബശ്രീക്കെതിരായിട്ട് വലിയ ക്യാമ്പയിനുകളാണ് അവർ നടത്തിയത്. ഇതിനെയെല്ലാം കേരളം ഇടതുപക്ഷ ബദൽ നയങ്ങൾ മുന്നോട്ട് വെച്ച് പ്രതിരോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ സമകാലീന യാഥാർത്ഥ്യം. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയയും ഇടതുപക്ഷ ബദൽ സമീപനങ്ങളെയും വിപുലമായ തലങ്ങളിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നവലിബറൽ നയങ്ങൾക്ക് ശക്തമായ ബദൽ നയങ്ങളിലൂടെ കേരള മാതൃകയെ വിശ്വോത്തരമാക്കി തീർത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്, സാഹചര്യത്തിലാണ് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. എക്കണോമിസ്റ്റ് ഉൾപ്പെടെയുള്ള പരമ്പരാഗത വലതുപക്ഷ ജേണലുകൾ പോലും ഈ കാര്യം എടുത്തു പറയുകയാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യമായി പട്ടിണി സൂചികയിൽ 123 സ്ഥാനത്തൊക്കെ നിൽക്കുന്ന സമയത്താണ് കേരളം ദാരിദ്ര്യമുക്തത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കുക മാത്രമല്ല കേവലമായ ദാരിദ്ര്യം തന്നെ ഉച്ചാടനം ചെയ്യുന്ന പരിപാടികളാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനമായി മുന്നോട്ട് വെച്ചത്. പാവപ്പെട്ട ജനവിഭാഗങ്ങളെ തഴയുന്ന ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലായി പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ബദൽ സമീപനമാണ് LDF സർക്കാർ എല്ലാ മേഖലകളിലും സ്വീകരിക്കുന്നത്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 2000 രൂപയായി കുടുംബശ്രീയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ADSകൾക്ക് പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം 1000 രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ ഗ്രാൻഡ്. ഈ ഒരു പദ്ധതി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് നടപ്പിലാക്കുകയാണ് കേരളത്തിൽ. പാചകത്തൊഴിലാളികൾ, അംഗനവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, സാക്ഷരതാ പ്രേരക്, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ, ഇവർക്കെല്ലാം 1000 രൂപയുടെ വർധനവാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, വനിതകൾക്ക് സപ്ലൈകോയിൽ സബ്സിഡിയില്ലാത്ത സാധനങ്ങൾക്ക് 10% സ്പെഷ്യൽ ഡിസ്കൗണ്ട് നടപ്പാക്കാനാണ് കഴിഞ്ഞ നവംബർ 1 മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കേവലമായ ഒരു സ്ത്രീ സഹായ പദ്ധതികൾ എന്നതിലപ്പുറത്ത് സ്ത്രീ ശാക്തീകരണത്തെ, പുരുഷാധിപത്യപരമായ ഒരു കുടുംബഘടനക്കകത്ത് സ്ത്രീകൾ ചരിത്രപരമായി നേരിടുന്ന വിവേചനങ്ങളെയും അടിമത്തത്തെയും, അവർ ചെയ്യുന്ന വീട്ടുജോലികൾക്ക് കൂലിയില്ല, അത് കാണാപ്പാണിയാണ്, അദൃശ്യ അധ്വാനമാണ്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ രീതിയിൽ അധ്വാന ശക്തി പുനരുത്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയാണ് സ്ത്രീകൾ ഭക്ഷണമുണ്ടാക്കിയും വസ്ത്രങ്ങൾ കഴിയും കുഞ്ഞുങ്ങളെ വളർത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാണാപ്പണിയെ, അദൃശ്യാധ്വാനത്തെ മനസ്സിലാക്കുകയും അതിന് അവർക്ക് അവകാശപ്പെട്ട സഹായം, കൂലി നൽകണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അതിൽ നിന്നാണ് ഈ സ്ത്രീ സുരക്ഷാ ഗ്രാൻഡ് പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് UDFൻ്റെ 5 വർഷക്കാലം ലഭിച്ചത് വെറും 808 കോടി രൂപയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. എന്നാൽ 2016-21 കാലത്ത് 5715 കോടി രൂപയും 2021-25 കാലത്ത് 2413 കോടി രൂപയും പിണറായി വിജയൻ സർക്കാർ നൽകിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. 5.75 ലക്ഷം പേർക്ക് പുതുതായി പട്ടയം നൽകിയിരിക്കുക. 5 ലക്ഷത്തോളം വീടില്ലാത്തവർക്ക് വീടും ഈ സർക്കാർ നൽകിക്കഴിഞ്ഞു. പ്രകടന പത്രികയിൽ എല്ലാ ആളുകൾക്കും വീടുണ്ടാക്കുന്ന പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുക. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങളും വൻതോതിൽ മെച്ചപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ചികിത്സകളും സർക്കാർ മേഖലയിൽ നിന്ന് ലഭിക്കുന്നതിനായി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ആരംഭിക്കുകയാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യയേക്കാൾ ഉയർന്ന വിഹിതം ബജറ്റിൽ സംസ്ഥാന സർക്കാർ നീക്കിവെച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് പരിശോധിക്കണം. ജനസംഖ്യാനുപാതികമായി പട്ടികജാതിക്കാർക്ക് വിഹിതം നീക്കിവെക്കുന്നില്ല.
ഈ മേഖലയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് കൃത്യമായി വിതരണം ചെയ്യുകയാണ്. ഖാദി, കൈത്തറി, കയർ തുടങ്ങിയ പരമ്പരാഗത മേഖലയെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുകയാണ്. വിലക്കയറ്റമില്ലാത്ത ഓണമാണ് നമ്മൾ ആഘോഷിച്ചിരുന്നത്. LDF സർക്കാർ അതിൻ്റെ ആദ്യ 5 വർഷം പൊതുവിതരണത്തിനായി നീക്കിവെച്ചത് 10,697 കോടി രൂപയാണ്. തുടർന്നുള്ള 4 വർഷം 14,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഈ ഇടപെടലാണ്, പൊതുവിപണിയിലെ സർക്കാരിൻ്റെ ഇടപെടലാണ് വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ നിലനിർത്തുന്നത്, മാറ്റിയിരിക്കുന്നത്. 2011-16 കാലത്ത് 5,242 കോടി രൂപ UDF ചെലവാക്കിയ സ്ഥാനത്താണ് ഇത്തരമൊരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയിലെ ഉന്നതമായ 100 കോളേജുകളിൽ 16 എണ്ണം ഈ കേരളത്തിലാണ്. 101 മുതൽ 150 വരെയുള്ള മികച്ച കോളേജുകളിൽ 37 എണ്ണം കേരളത്തിൽ ഉള്ളതാണ്. 201 മുതൽ 300 വരെ പരിശോധിച്ചാൽ 23 എണ്ണവും സർക്കാർ എയ്ഡഡ് കോളേജുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സയൻസ് പാർക്കും കേരളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസും ഈ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ സംഭാവനയാണ്. ജനങ്ങൾക്ക് ഓഫീസുകൾ വരാതെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ഫയൽ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിനുമുള്ള നടപടികൾ ഈ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുക. മലയാള ഭാഷാ സംരക്ഷണത്തിനും ഔദ്യോഗിക ഭാഷ എന്ന നിലയിൽ ഉപയോഗത്തിനും നിഷ്കർഷത ഏർപ്പെടുത്തിയ സർക്കാരാണിത്. അഭ്യസ്ത വിദ്യയിലൂടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി വിജ്ഞാന കേരളം പദ്ധതി നടപ്പാക്കുകയാണ് ഈ സർക്കാർ. തൊഴിൽ ലഭിക്കുന്നതുവരെ യുവതലമുറക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പായി പ്രതിമാസം 1000 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. +2, ഡിഗ്രിയോ, IT, പോളി, ട്രേഡ്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റുള്ള ആളുകൾക്ക് തൊഴിൽ നൈപുണ്യ കാലത്ത് അവർക്ക് 1000 രൂപയാണ് സഹായം. ഇന്ത്യയിലെ PSC മുഖാന്തരം നടന്ന നിയമനത്തിൻ്റെ 80% കേരളത്തിൽ നിന്നാണ്. 3.5 ലക്ഷത്തോളം പേർക്കാണ് PSC വഴി തൊഴിൽ നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും ഇത് അവകാശപ്പെടാൻ പറ്റില്ല. രാജ്യത്തെ മികച്ച നിക്ഷേപ സാധ്യതയുള്ള സംസ്ഥാനമായി കേരളത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലും കേരളം രാജ്യത്തെ 1ാം സ്ഥാനത്താണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് എത്തിച്ച് 4 ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുക. വ്യവസായങ്ങളുടെ ശവപ്പറമ്പാക്കുകയായിരുന്നു UDF ഭരണകാലം. 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപത്തിനുള്ള വാഗ്ദാനവും കേരളത്തിന് ലഭിച്ചിരിക്കുക. കൊച്ചി, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയും ഇപ്പോൾ പ്രവൃത്തിയിൽ വരിക. ടൂറിസം രംഗത്തും വലിയ പുരോഗതിയാണ് കേരളം കൈവരിച്ചിരിക്കുന്നത്. ലോകത്ത് കാണേണ്ട പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളവും ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും പടിപടിയായി നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ, കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മകമായ നിലപാടുകളുടെ പശ്ചാത്തലത്തിലും തുടരുകയാണ്. കർഷകരുടെ വരുമാനം 61.79% വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തിൽ. വന്യജീവികൾ മനുഷ്യരെ ആക്രമിക്കുകയും കൃഷിയെ നശിപ്പിക്കുകയും ചെയ്യുന്നത് തടയുന്നതിനായി പ്രത്യേക നിയമനിർമ്മാണം കേരള നിയമസഭയിൽ കൊണ്ടുവന്നു നിയമമാക്കി. റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുക. നെല്ലിൻ്റെ താങ്ങുവിലയാവട്ടെ കിലോഗ്രാമിന് 28.20 രൂപയിൽ നിന്ന് 30 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുക. കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യം വലിയ രീതിയിൽ വളരുകയാണ്. അടിസ്ഥാന സൗകര്യ രംഗത്ത് വിസ്മയകരമായ മാറ്റങ്ങൾ. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുക. കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും പ്രവർത്തന സജ്ജമായിരിക്കുക. തീരദേശ ഹൈവേ, നാഷണൽ ഹൈവേ, മലയോര ഹൈവേ ഇവയെല്ലാം പ്രവർത്തന സജ്ജമാവുകയാണ്. ഒരിക്കലും പൂർത്തിയാവില്ലെന്ന് വിധിയെഴുതിയ ഗെയിൽ പൈപ്പ് ലൈനും ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കൊച്ചി ഇടമൺ പാതയും യാഥാർത്ഥ്യമായി. പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുക, തുടരുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധം മൂലം സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട 1,80,000 കോടി രൂപ നഷ്ടമായി കഴിഞ്ഞു. ബജറ്റിന് പുറത്ത് 90,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ച് ഇരിക്കുകയാണ്. അതിന് നമുക്ക് കഴിഞ്ഞത് കിഫ്ബി വഴി. ആ കിഫ്ബിയെ തകർക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിനോടൊപ്പം നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം UDF.
പെൻഷൻ ഫണ്ടിനെയും തകർത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ എല്ലാ ബദൽ സാധ്യതകളെയും തകർക്കുന്ന നടപടി ഉണ്ടായിരുന്നിട്ടും അതിനെയെല്ലാം മറികടന്നാണ് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ LDF സർക്കാർ നടപ്പാക്കിയത്. 80,000 കോടി രൂപ അധിക വരുമാനം സൃഷ്ടിച്ചു. നമ്മുടെ റവന്യൂ വരുമാനത്തിൽ വർധനവുണ്ടായി. 80,000 കോടിയുടെ വരുമാനം, അധിക വരുമാനം, സാമ്പത്തിക അച്ചടക്കം പാലിച്ചുമാണ് കേരളം കേന്ദ്രത്തിൻ്റെ ഈ നിഷേധാത്മകമായ സമീപനത്തിനിടയിലും ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. കോവിഡ് കാലം സൃഷ്ടിച്ച പ്രതിസന്ധികളെ മറികടന്ന സാമ്പത്തിക മേഖലയ്ക്ക് കരുത്തു പകരാനും ഈ സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെമ്പാടും വർഗീയമായ സംഘർഷങ്ങൾ ഉയർന്നു വരുമ്പോൾ വർഗീയ സംഘർഷങ്ങളില്ലാത്ത സംസ്ഥാനമായി കേരളം നിലനിൽക്കുകയാണ്. മികച്ച ക്രമസമാധാനം പുലരുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. എല്ലാവിധ വർഗീയ ശക്തികൾക്കുമെതിരെ നിലപാടുകൾ സ്വീകരിച്ച് മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുസ്വര സംസ്കാരത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ സാംസ്കാരിക രംഗത്തും ഈ സർക്കാർ വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള മതരാഷ്ട്ര അജണ്ടകളെ പ്രതിരോധിക്കുന്നതിന് നേതൃത്വപരമായ പങ്കാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിലുണ്ടായത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഒരൊറ്റ വർഗീയ സംഘർഷങ്ങളും നടക്കാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കേരളം, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടുകൾ നൽകുന്ന വിവരമനുസരിച്ച് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ സംഘട്ടനങ്ങളൊന്നും നടക്കാത്ത സംസ്ഥാനമാണ് കേരളം. അധികാര വികേന്ദ്രീകരണത്തോട് എന്നും LDF പ്രതിജ്ഞാബദ്ധമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തുകയും അധികാരവും പണവും കൈമാറുന്നതിന് തയ്യാറായിട്ടുള്ള ഏക സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതത്തിൻ്റെ 28% നൽകിയ സർക്കാരാണിത്. ജനകീയ ആസൂത്രണം നടപ്പിലാക്കി അധികാര വികേന്ദ്രീകരണത്തിന് ലോകത്ത് പുതിയ കാൽവെപ്പ് നടപ്പിലാക്കിയതും LDF സർക്കാരാണ്. കേരളം നേടിയ ഈ നേട്ടങ്ങൾ തുടരുന്നതിനും അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നതിനും കേരളത്തിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും LDFന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയമുണ്ടാകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലത്തും മികച്ച വിജയമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അതുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.